അറിയും തോറും വ്യാപ്തി കൂടുന്ന, ആഴം കൂടുന്ന ഒന്നാണ് രത്നലോകം. രത്നങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും കണ്ടെത്തലുകളും പുരാതന കാലങ്ങൾ മുതലായി നടക്കുന്ന ഒന്നാണ്. രത്നങ്ങളെക്കുറിച്ച് കൂടുതലറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ രത്നങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പണ്ട് കാലങ്ങൾ തുടങ്ങി ഉള്ളൊരു സംഭവമാണ്, അതിപുരാതന കാലം മുതൽ ഉള്ളൊരു കാര്യം. പക്ഷേ നമ്മുടെ കഴിഞ്ഞ ഒരു 2-3 എപ്പിസോഡുകളിൽ നമ്മൾ അധികം അറിയപ്പെടാത്ത രത്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പം പ്രേക്ഷകർ തന്നെ പറഞ്ഞു ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾ രത്നങ്ങളെ കാണുകയും അതിനെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്തു. ഇത് നിങ്ങളെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, എന്താണെന്നൊക്കെ ഇങ്ങനെ പ്രേക്ഷകർ ചോദിക്കുകയുണ്ടായി. എനിക്ക് നമ്മളതിനകത്ത് പറഞ്ഞ ഒരു പ്രത്യേകതയുള്ള ഒരു രത്നമായിരുന്നു ടാൻസനൈറ്റ്. സാധാരണ ജനങ്ങളിലേക്ക് നവരത്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ഉപരത്നങ്ങളും മാത്രമാണ് പുതിയൊരു അറിവ്. ഇപ്പം കുറേ കൂടെ നമുക്ക് ഇതറിയാനുള്ള സോഴ്സുകൾ ഇൻ്റർനെറ്റ് വഴിയൊക്കെ ഒരുപാട് രത്നങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാനുള്ള സോഴ്സുകളും ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ആൾക്കാർക്ക് രത്നങ്ങളെക്കുറിച്ച് പൈറൈറ്റ് പോലുള്ളത്, ഒബ്സീഡിയൻ, ഇങ്ങനെയുള്ളതൊക്കെ ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു. മനസ്സിലായില്ലേ? എങ്കിൽ പോലും നമുക്ക് അറിയപ്പെടാത്ത ഒരുപാട് രത്നങ്ങൾ വീണ്ടും പുതിയ മൈനുകൾ ഖനനം നടന്നു വരും വേൾഡ് വൈഡായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രത്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ച ടാൻസനൈറ്റ് എന്ന് പറയുന്ന രത്നം. 1967 ആ രത്നം കണ്ടെടുക്കുന്നത്. അത് ലോകത്ത് ഒരു സ്ഥലത്ത് മാത്രം മൈൻ ചെയ്യുന്ന രത്നം. ബാക്കി എല്ലാ രത്നങ്ങളും ഇപ്പം നമുക്ക് ബ്ലൂ സഫയർ, യെല്ലോ സഫയർ, ഈ വക രത്നങ്ങൾ, ഡയമണ്ട്സ് ഒക്കെ നമുക്ക് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും മൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ടാൻസനൈറ്റ് എന്ന് പറയുന്ന രത്നം ടാൻസാനിയയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. വേറെ ഒരിടത്തും അതിന് ചേർന്ന ഒരു മണ്ണ് വേറെ ഒരിടത്തും ഭൂമിയിലില്ലാന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. 1967 മൈൻ കണ്ടുപിടിക്കുന്നത്. അതായത് അവിടെ ഒരു കാട്ടുതീ പടർന്നിട്ട് അത് കാട്ടുതീ അണഞ്ഞപ്പോൾ ഈ മാസായി ഗോത്രവർഗ്ഗക്കാരാണ് ഒരു നീല നിറത്തിലുള്ള ഒരു രത്നം കണ്ടെത്തുന്നവർ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഖനനം ചെയ്യുകയും പിന്നെ അത് ശരിക്കും ഖനനം ചെയ്തതിന് ശേഷം അത് പിന്നെ അതിന് നാമകരണം ചെയ്യപ്പെടുകയാണ് ചെയ്തിരുന്നത്. ടാൻസനൈറ്റ് എന്നുള്ള ആ രാജ്യത്തിനോടുള്ള ഒരു ആദരവോട് കൂടിയാണ് അതിൻ്റെ അങ്ങനെ ഒരു നാമകരണം ചെയ്യുന്നത്. കാരണം 4 കിലോമീറ്റർ ഡെപ്തിലും 7 കിലോമീറ്റർ ചുറ്റളവിലും മാത്രമേ ഈ രത്നം ലഭിക്കുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ രത്നം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ഒരു ജനറേഷനിലേക്ക് ഇതുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സോഴ്സ് ലിമിറ്റഡ് ആണ്. അതെ, സോഴ്സ് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്ത ഒരു രത്നമാണിത്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് തന്നെയാണ്. അതിന് കാഴ്ചയിൽ അതിൻ്റെ കളറും വളരെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ലിയോക്രോയിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഈ കല്ലിനകത്തുണ്ട്. അതുകൊണ്ട് കല്ലിൻ്റെ പ്രകാശരശ്മികൾ തട്ടുമ്പോൾ വിവിധ കോണുകളിൽ നിന്നും വിവിധ വർണ്ണങ്ങളിലാണ് ഈ ഒരു രത്നം തന്നെ പല കളറുകളിൽ ചിലപ്പം ഇതിനകത്തുള്ള ട്രേസ് മിനറൽസിനകത്ത് പ്രകാശം തട്ടുമ്പോൾ വിവിധ വർണ്ണങ്ങളുണ്ട്. അത് ബ്ലൂ ടു വയലറ്റ് കളറിലൊക്കെ ഈ രത്നങ്ങൾ നമ്മൾ ലഭിക്കുന്നുണ്ട്. മാസായി ഗോത്രവർഗ്ഗക്കാരാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഈ രത്നം ഇങ്ങനെ കിടക്കുന്നതും ആ തീ അണഞ്ഞു കളഞ്ഞ ശേഷം പിന്നീട് അത് കണ്ടെടുക്കുകയായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ആ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു, ഇപ്പം ബ്ലൂ സഫയറൊക്കെ അനുയോജ്യമായിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു രത്നവും ഉപയോഗിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്ന് നമ്മൾ പറയുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ പ്രൈസിൽ ഇന്ദ്രനീലം പ്രീഷ്യസ് സ്റ്റോണാണ്. ഇതൊരു സെമി പ്രീഷ്യസ് സ്റ്റോണിലേക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാമോന്ന് അറിയത്തില്ല. 2017 എനിക്ക് തോന്നുന്നു. 2017 ഇത് ജെം ആൻഡ് ജുവലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലർ ആ വർഷം ടാൻസനൈറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിക്കുകയും ടാൻസനൈറ്റിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എക്സിബിഷൻസിനൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ റെയറിറ്റി കൊണ്ടും ഇതിൻ്റെ അതിമനോഹരത കൊണ്ടും വർണ്ണഭേദങ്ങൾ കൊണ്ടുമൊക്കെ ഇതിൻ്റെ വില
നോക്കുമ്പോൾ നമുക്ക് ബ്ലൂ സഫയറിനേക്കാളും കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. കിട്ടുന്നില്ല. എപ്പോഴും നമ്മൾ രത്നങ്ങൾ കൂടുതലായിട്ട് അവൈലബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രൈസ് താഴെ വരും. റെയർ രത്നങ്ങൾക്കാണ് ചോദിക്കുന്ന വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. മനസ്സിലായി? ഇത് ഭംഗി കൊണ്ട് തന്നെ ആൾക്കാർ വാങ്ങി ധരിക്കുന്ന ഭംഗി, അത് അസാമാന്യ ഭംഗിയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ രത്നങ്ങളുടെ റെയറിറ്റി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് നമ്മൾ എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു മേഖലയാണത്. കാരണം ഇപ്പം നാളെ വേറെ ഒരു രത്നം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഒരു റൂബി വളരെ ക്യാരറ്റേജ് കൂടിയൊരു റൂബി റീസെൻ്റ്ലി കണ്ടുപിടിച്ച ഒരു റൂബിയെ കുറിച്ച്. മ്യാൻമർ ഏരിയയിൽ അത് കണ്ടുകിട്ടിയ ഒരു വലിയ രത്നമാണ്. അപ്പം നമുക്ക് എന്നും ഇത് നടന്നുകൊണ്ടായിരിക്കുന്നത്. നമ്മളതിൻ്റെ പുറകെ നിന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ. നിരന്തരമായിട്ട് ഒരു പഠനം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണ്. തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാൽ പോലും നമുക്ക് പല കാര്യങ്ങളിലും ഇതിനെക്കുറിച്ച് നമുക്ക് അറിവ് കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ അത്രയും ഒരു സംഗീതം പോലെ പഠനം കിടക്കുന്ന ഒരു സബ്ജക്റ്റായത്. മനസ്സിലായില്ലേ? അത് അറിയുന്തോറും ഇതിൻ്റെ ആ ഒരു വ്യാപ്തി കൂടി വരുന്ന ഒരു ഇതുപോലെയുള്ള ഒരുപാട് രത്നങ്ങൾ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ഇതുപോലെ അതായത് നമുക്കത്ര സുപരിചിതമല്ലാത്ത രത്നങ്ങൾ, കേട്ടുകേൾവി പോലും ഇല്ലാത്ത രത്നങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു രത്നം നമുക്ക് ഈ ഒരു എപ്പിസോഡിലും കൂടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തണം. കാരണം നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ ഈ ടാൻസനൈറ്റ്, അതുപോലെ തന്നെ റൂബി, സ്റ്റാർ റൂബികൾ, നക്ഷത്രത്തിളക്കമുള്ള പെടുന്ന രത്നങ്ങൾ, അലക്സാൻഡ്രേറ്റ് അധികം ആർക്കും അറിയത്തില്ല അലക്സാൻഡ്രേറ്റിനെ കുറിച്ചില്ല. അതപ്പോൾ അത് നമുക്ക് റഷ്യയിൽ മൈൻ ചെയ്തിരിക്കുന്ന ഒരു രത്നമാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് അലക്സാൻഡ്രേറ്റ്, അത് ഡബിൾ കളറിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള രത്നങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം കൂടി, ഇൻഫർമേറ്റീവ് പ്രോഗ്രാമാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 250 എപ്പിസോഡുകൾ കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ രത്നങ്ങൾ എങ്ങനെ ധരിക്കണമെന്നും ആര് ധരിക്കണമെന്നും എന്തെല്ലാം രത്നങ്ങളുണ്ടെന്നും ഉപരത്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഇൻഫർമേഷനാണ്, ഒരു ഇൻഫർമേറ്റീവ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ജനം ടി വിയിൽ രത്നശാസ്ത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്നത് അപൂർവങ്ങളായിട്ടുള്ള രത്നങ്ങൾ, അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, പഠനങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ എനിക്ക് തോന്നുന്നത് വളരെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രത്നമായിരുന്നു ടാൻസനൈറ്റ്. 1967 അത് കണ്ടെടുത്തു. 1968 ടിഫാനി ആൻഡ് കമ്പനി ജ്വല്ലറി, അവരുടെ ആ രംഗത്തുള്ള പ്രഗത്ഭമായ കമ്പനിയാണ്. അവരാണ് ഇതിന് നാമകരണം ചെയ്യുന്നത് ടാൻസനൈറ്റ് എന്ന്. ഒരു പക്ഷേ ആ രാജ്യത്തോടുള്ളൊരു ആദരവ് സൂചകമായിട്ടായിരിക്കാം. എന്തായാലും ആ രത്നം ലോകത്ത് അവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാളെ ഇന്ന് വരെയുള്ള ഒരു മറ്റേ ആ ഒരു കെമിക്കൽ, അത് വനേഡിയം എന്ന് പറയുന്നൊരു ഒരു സബ്സ്റ്റൻസാണ് അതിന് ആ കളർ കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് സോയിസൈറ്റ് എന്ന് പറയുന്നൊരു മിനറൽ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ എല്ലാം കൂടെ ഒത്ത് ഇണങ്ങുമ്പോഴാണ് ഒരു രത്നം ഫോം ആകുന്നത്. ഹീറ്റും പ്രഷറും ഒക്കെ കൊണ്ട് ഫോം ചെയ്യുന്ന. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണിത് കണ്ട് അത് ഉരുത്തിരിഞ്ഞ് രത്നദളമായിട്ട് മാറുന്നത്. പിന്നെ നാളെ ഒരിക്കൽ ഇതേ മെറ്റീരിയൽസ്, ഇതേ മിനറൽസോട് കൂടി രത്നം വേറെ എവിടെയെങ്കിലും വെട്ടി നമുക്ക് വിളഞ്ഞുണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെനിക്ക് തോന്നുന്നു രത്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഈ മൈനിങ് കാര്യങ്ങളിൽ ചിലപ്പം കണ്ടെടുക്കാം. അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ഈ റീസെൻ്റ്ലി കിട്ടിയ വളരെ ക്യാരക്ടേജ് കൂടിയ റൂബിയൊക്കെ അങ്ങനെ തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ഒരു കമ്പനിയാണ് ഈ ഒരു രത്നം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ മൈനിങ്ങിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ ഈ രത്നങ്ങൾ കണ്ടുപിടിക്കുന്നത് അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യവും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു, കാരണം നമുക്ക് സാധാരണ ആൾക്കാർക്ക് വലിയ കമ്പനികളാണ് മൈനിങ് ജോലികളിൽ ഏർപ്പെടുന്നത്. മൈനിങ് അവർ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നത്.
ഒരുപാട് ലേബർ അതിൻ്റെ പുറകിലുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു കുഴിച്ചങ്ങ് പോവുകയാണല്ലോ. ഇത് എവിടെ പോയി നിൽക്കും, എന്താണ് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഇത് ഈ മിനറൽ ഇവിടെ ഉണ്ടോ, ഈ രത്നം ഇവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ ടെക്നിക്സ് ഉണ്ട്. മറ്റേത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് മണ്ണ് രുചിച്ച് നോക്കി മണത്ത് നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ ചെയ്തിരുന്നത്. ആ കാലഘട്ടമൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പം കുറച്ചും കൂടെ ഈസിയാണ്, എന്നാലും ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പിസോഡ് തുടങ്ങിയപ്പം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള രത്നങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു എപ്പിസോഡിലും അങ്ങനെ ഒരു രത്നം കൂടെ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം. ആ ഒരു രത്നം എന്ന് പറയുന്നത് പേര് ദുറേ നജാഫ് എന്നാണ്. ഓക്കെ, ദുറിയ നജാഫ് അഥവാ മൊഹേ നജാഫ് കേട്ടിട്ടുണ്ടോ? രത്നത്തിൻ്റെ പേരായത് എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ വിരളമായിട്ട് എവിടെയോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് ഇറാഖിൽ നജഫ് എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ടാകുന്ന ഒരു അതിവിശിഷ്ടമായ ഒരു രത്നമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നജഫ് നഗരം എന്ന് പറയുന്നത് നജഫ് നഗരത്തിൽ തന്നെ ഇമാം അലിയുടെ, അതായത് ഇമാം അലി എന്ന് പറയുന്നത് ഈ ഇസ്ലാം മതപണ്ഡിതന്മാരിലെ വളരെ ശ്രേഷ്ഠനായ ഒരു ആളായിരുന്നു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം നജഫിലാണ്. അതിന് ചുറ്റിപ്പറ്റിയാണ് ഈ രക്തം വിളഞ്ഞുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ രത്നത്തിന് ഒരുപാട് വിശേഷതയാണ് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിൽ ഈ രത്നത്തിന് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്. ധരിക്കുന്നത് തന്നെ ഒരു പുണ്യമാണെന്ന് കരുതി പോരുന്നത്. അപ്പോൾ അത് വിശ്വാസികളുടെ ഇടയിൽ ഭയങ്കര ഒരു അതെ ശ്രേഷ്ഠ രത്നം. നജഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഉയർന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. ദുരൈ നജഫ്. ദുർ എന്ന് പറയുന്നത് പേർഷ്യൻ ലാംഗ്വേജിൽ മുത്തെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് കോട്സ് ചാൽസിഡോണി മിനറൽ വിഭാഗത്തിൽപ്പെട്ട കല്ലാണ്. ഈ കോട്സും ചാൽസിഡോണിയും നമുക്ക് വൈറ്റ് കോട്സ്, ഗ്രീൻ, യെല്ലോ, അങ്ങനെ പർപ്പിൾ കോട്സ്, ഒരുപാട് കോട്സ് വെറൈറ്റീസും ചാൽസിഡോണിയും ഉണ്ട്. അപ്പോൾ ഈ രക്തം നമുക്ക് അവിടെ മാത്രമാണോ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും കാണണം. പക്ഷേ ഈ നജഫ് നഗരത്തിൽ ഇമാം അലി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് വിളഞ്ഞുണ്ടാകുന്ന രത്നത്തിനാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞ് ഇതിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇളം മഞ്ഞ നിറത്തിൽ ഉള്ള രക്തമുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഈ ഒരു നാര് പോലെ അല്ലെ മുടി പോലെ കാണുന്നു. ഒരു മുടികൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ റുട്ടൈൽ ഇൻക്ലൂഷൻസ് എന്ന് പറയും, റുട്ടൈൽ ക്വാഡ്സ് എന്ന് പറയും. ഈ ഒരു ഇൻക്ലൂഷൻസ് ഉള്ള ചാൽസിഡോണി എന്ന് പറയും, കോട്സ് എന്ന് പറയും. ഇത് പല ഡിഫറെൻറ്റ് ലാബിൽ ചെക്ക് ചെയ്ത എല്ലാ എത്തിച്ചേരുന്ന കോട്സിലാണെങ്കിലും അവരുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന പേര് ചിലപ്പം അങ്ങനെ ആയിരിക്കും വരുന്നത്. ഞാൻ പല സ്ഥലത്തേക്ക് ഇത് പല ലാബിൽ ചെക്ക് ചെയ്തു. എല്ലാം കോട്സ് വെറൈറ്റി തരാം. ചിലത്ത് കോട്സ് ചാൽസിഡോണി എന്ന് പറഞ്ഞു, ചിലതിനകത്ത് റുട്ടൈൽ കോട്സ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് നജഫ് ഈ ഹെയർ പോലെ ഇതിനകത്ത് കാണുന്നുണ്ട്. നജഫ് ഹെയർ സ്റ്റോൺ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് പല പേരുകളിൽ ഈ രത്നം തന്നെ, ഒരേ രത്നം തന്നെ അറിയപ്പെടുന്നുണ്ട് അല്ലേ? അത് തന്നെ വലിയ ഹാർഡ്നെസ് ഉള്ള കല്ലല്ല ഇത്. എനിക്ക് തോന്നുന്നു ഒരു 7 to 7.5 ഹാർഡ്നെസ് ആയിരിക്കും മോബദൻ സ്കെയിൽ ഇതിനകത്ത് വരുന്നത്. പക്ഷെ വളരെ ഭംഗിയും ശ്രേഷ്ഠതയുള്ള ഒരു രത്നമായിട്ടാണ് കാണുന്നത്. അതെ. അത് കൂടുതലും നമ്മളത് ഇസ്ലാമിക വിശ്വാസത്തിൽ ഈ രത്നത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നൊരു വിശ്വാസികളുടെ നാട്ടിൽ ഇത് കുറവാണ്. കേരളത്തിൽ ഞാൻ നമ്മുടെ ഷോപ്പിൽ മാത്രമേ ഇത് കാണുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോഴും നമ്മളിതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. കാരണം ഈ രത്നങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലൊക്കെയാണ് നമുക്ക് ഈ
ഓരോ രത്നങ്ങളെക്കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഓരോ രത്നങ്ങളും പരിചയപ്പെടുത്തുമ്പോൾ പ്രേക്ഷകർ തന്നെ ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട്, ഇനിയൊരു രത്നമുണ്ട്, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു രത്നത്തെക്കുറിച്ചും എനിക്ക് തോന്നുന്നു 1-2 പ്രേക്ഷകർ നമ്മുടെ അടുത്ത് ചോദിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയുന്ന ഒരു രത്നമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് പക്ഷെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് വരുന്നവർ പിന്നെ ഹജ്ജിനൊക്കെ പോയിട്ട് വരുന്നവർ എല്ലാവർക്കും ഉപയോഗിക്കാം. ഈ രത്നങ്ങൾക്ക് ജാതി മത ലിംഗഭേദങ്ങളൊന്നുമില്ല. ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ചേനയും ഏത്തയ്ക്കായും ഏത്തപ്പഴവും ഓറഞ്ചിനും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക വിഭാഗക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. പ്രകൃതി തന്നിരിക്കുന്നതെല്ലാം എല്ലാവർക്കും വേണ്ടി, മനുഷ്യന് വേണ്ടി തന്നെയാണ്. അത് ആ ഭംഗിക്കും അതുപോലെ തന്നെ അതിനകത്തുള്ള മിനറൽസിനകത്ത് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് രത്നങ്ങൾക്കുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കും, കോൺഫിഡൻസ് ലെവല് ബിൽഡപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് രത്നങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മഹത്വവും അതിൻ്റെ വിലയും ഒക്കെ വരുന്നത് ഈ ഒരു പ്രത്യേകതകൾ കൊണ്ടാണ്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്നത് വളരെ മൊഹേ നജഫ്, എനിക്കൊന്ന് വളരെ സവിശേഷതയുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു രത്നത്തെക്കുറിച്ച്. നജഫ് നഗരം എന്ന് പറയുന്നത് ഇറാഖിലെ ഒരു ആത്മീയ വിജ്ഞാന കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ വിശിഷ്ട വ്യക്തിയായിട്ടുള്ള ഇമാം അലി പണ്ഡിതനാണ്. മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏരിയ നജഫാണ്. അതിന് സമീപ പ്രദേശത്താണ് ഈ രത്നം വിളഞ്ഞുണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഇതിനൊരുപാട് ഒരു ശ്രേഷ്ഠ രത്നം എന്നുള്ള നിലയ്ക്ക് ആണ് ഇതിനെ കരുതിപ്പോരുന്നത്. അതായത് ഞാൻ കഴിഞ്ഞു ഇപ്പം ആത്മീയമായിട്ട് അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ ആത്മീയമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ സവിശേഷതയുള്ള ഒരു പുണ്യം ഒക്കെ ഉള്ള ഒരു രത്നമാണ് ഹക്കീഖത്ത് സ്റ്റോൺസിൽ വലിയ അത് കബോഷൻ കട്ടിങ്ങിൽ അത് ഇങ്ങനെ ഉരുട്ടി കാപ്പിക്കുരു പോലെ ഉരുട്ടി കട്ട് ചെയ്തെടുക്കുന്ന കല്ലുകൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ടല്ലോ. അത് നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറബ്സും ഒക്കെ ഉപയോഗിക്കുന്നത് ഹജ്ജിന് പോയിട്ട് വരുന്നവർ അഗെയ്റ്റ്, ലിവർ അഗെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സുലൈമാനി ഹക്കീഖ് സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിലൊക്കെ ഒരു വിശിഷ്ട രത്നമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതാണ് ഇതിനെ കാണുന്നത്. ഇപ്പം അതിൽ തന്നെ ഒരു പ്രത്യേകത പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ ആ രത്നത്തിൻ്റെ ഉള്ളിൽ ഹെയർ പോലെ ഒരു റൂട്ടൈൽ പ്രതിഭാസം, അതാണോ ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ രക്തം കണ്ടെടുക്കുക. പെട്ടെന്ന് നമ്മൾ ഓർക്കും വേറെ എന്തെങ്കിലും മാർക്കായിരിക്കും, പക്ഷെ അതിനകത്ത് വളഞ്ഞ് നിൽക്കുന്ന ഒരു ഇതാണ്, ഒരു വേര് പോലെ, ഒരു അടര് പോലെ ഉള്ള ഒരു പ്രതിഭാസം. അത് ഒരു ലെയറായിട്ടാണ് വരുന്നത്. പക്ഷെ എന്തൊരു ഹെയർ ആണ്, ഒരു ഹെയർ ക്രാക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അതാണ് അതിൻ്റെ നജഫ് ഹെയർ സ്റ്റോൺ എന്നും കൂടെ വിളിപ്പേരുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് സ്റ്റോൺസിൻ്റെ അല്ലെങ്കിൽ രത്നത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിലുള്ള ഈ ഒരു ഇൻക്ലൂഷൻസ് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പറഞ്ഞു ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ പല എപ്പിസോഡുകളിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംരക്ഷണം തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൂട്ടുന്ന പല രത്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ തന്നെ ഇതിനെ പെടുത്താം. ഇതുപോലത്തെ ഉള്ള സോഫ്റ്റ് സ്റ്റോൺസ്, ഇപ്പോൾ ടർക്വൈസ് പോലുള്ള ടർക്വൈസ് സ്റ്റോണുകളൊക്കെ നമുക്ക് വാങ്ങിത്തരിക്കുക. അതിനൊന്നും നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ചെക്കിങ്ങൊന്നും ആവശ്യമില്ല. അംബർ സ്റ്റോണുകൾ, മനസ്സിലായില്ലേ? ഓപ്പൽസ് പോലും, ഓപ്പൽസ് വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിലും നമുക്ക് സോഫ്റ്റ് സ്റ്റോൺ അത് നമുക്ക് യൂസ് ചെയ്യാം. ഫോറിനേഴ്സൊക്കെ ധാരാളം യൂസ് ചെയ്യുന്ന സ്റ്റോണുകളാണ് അതൊക്കെ. ഇപ്പം നമ്മൾ ഈ രത്നങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ പല രത്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. രത്നങ്ങളുടെ പ്രത്യേകതകൾ, അതിലടങ്ങിയിരിക്കുന്ന മിനറൽസിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഉപയോഗിക്കുന്നതല്ല, നമുക്കത് അനുയോജ്യമായ രത്നങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് ഇതിനേറ്റവും അതിന് പ്രത്യേകത വരുന്നത് അല്ലേ? അനുയോജ്യമായ രത്നങ്ങൾ മാത്രമേ വാങ്ങി ധരിക്കാവുള്ളൂ. കാരണം രത്നങ്ങൾക്കകത്തെല്ലാം മിനറൽ കണ്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഉല്ലാസിൽ ധരിച്ചിരിക്കുന്ന രത്നം എനിക്ക് അനുയോജ്യമാകണമെന്നില്ല. ഉല്ലാസ് ധരിച്ചിരിക്കുന്ന ഭംഗി കണ്ട് ഞാനൊരിക്കലും പോയി വാങ്ങി ധരിക്കാൻ പാടില്ല. ഇതൊരു സയൻസാണത്.
അപ്പം അത് കാരണം മിനറൽ കണ്ടൻസ് നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുമോ, എങ്ങനെയായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അതിന് വേറെ പല മെത്തേഡുകളുണ്ട്. സാധാരണ നമ്മൾ പോയിട്ട് ജ്വല്ലറി പോയിട്ട് ഒരു കല്ല് ഭാഗത്തിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം രത്നങ്ങൾ ധരിക്കാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കല്ലുകൾക്കെല്ലാം ഹാർഡ്നെസ് ഉണ്ട്. ഏറ്റവും ഹാർഡ്നെസ് കൂടിയ കല്ല് ഡയമണ്ട്, അതിന് താഴോട്ട് വന്നാൽ ബ്ലൂ സഫയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ്, മനസ്സിലായില്ലേ. പിന്നെ ഇങ്ങോട്ട് വന്ന എമറോൾഡ്, മരതകം, ഇങ്ങനെയുള്ള കല്ലുകൾ, പിന്നെ ഹാർഡ്നെസ് കുറഞ്ഞ കല്ലുകൾ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോണുകൾ, ഉപയോഗിക്കുമ്പോൾ അങ്ങേയറ്റം ടേക്ക് കെയർ ചെയ്യേണ്ട കല്ലുകൾ, എന്നാൽ റഫായിട്ട് ഉപയോഗിക്കാവുന്ന കല്ലുകൾ, മനസ്സിലായില്ലേ. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ്. അത്രയും സ്റ്റോണുകൾ അടങ്ങുന്നത് തന്നെ സത്യത്തിൽ ഒരു രത്നലോകം എന്ന് പറയുന്നത്, വേൾഡ് ഓഫ് ജംസ് എന്ന് പറയുന്നത് 10, 200, 300 അല്ല അതിൽ കൂടുതൽ രത്നങ്ങളുണ്ട്. അതിനെല്ലാം പ്രത്യേകത. എല്ലാം സാധാരണ ഒരു കല്ല് എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്മലിനൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ സിന്തറ്റിക് കല്ലുകളാണത്, ഗ്ലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല, ഇതിനകത്തെല്ലാം മിനറൽസ് ആണ് കിടക്കുന്നത്. അത് ഭൂമിക്ക് അടിയിൽ നിന്നും അതുപോലെ തന്നെ ജലാശയത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന, പിന്നെ ഇതിൽ ജലാശയത്തിൽ നിന്ന് കിട്ടുന്ന കല്ലുകളെന്ന് പറയുന്നത് മുഴുവൻ കാൽഷ്യം കാർബണേറ്റ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അത് പലതരത്തിലുള്ള കളർ അനുസരിച്ചിട്ട് അതിന് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പവിഴ ഉപയോഗിച്ചാൽ വൈറ്റ് കോറൽസ് ഉണ്ട്, റെഡ് കോറൽസ് ഉണ്ട്. ഇതെല്ലാം കടലിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അങ്ങനെ പ്രകൃതി നമുക്ക് അങ്ങനെയാണ് തന്നിരിക്കുന്നത് രത്നങ്ങൾ. അപ്പോൾ നമ്മൾ ആ പ്രകൃതിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യകത നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും മൈനിങ്ങിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അത് സത്യമാണ്, ഇന്നേവേ ഒരു നല്ലതാണ്. കാരണം ഭൂമിയെ മൊത്തം ഒന്ന് ഇളക്കി മറിച്ചാണല്ലോ നമ്മളിത് കണ്ടെടുക്കുന്നത്. അത് തന്നെ. അപ്പോൾ ഇതിനൊരു കൺട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചന്നം പിന്നെ കയറി കുഴിച്ച് കളയും, ഇല്ലേ? അതെ. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ട് ഈ പറയുന്ന ചെറിയ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളും നമ്മൾ ഈ പരിചയപ്പെടുത്തിയ ഈ മോഹെ നജഫ് എന്ന് പറയുന്ന ആ ഒരു രത്നമുള്ള അതിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണോ നമുക്കിപ്പോൾ? ഇല്ല, ഇപ്പോൾ അതാ മുമ്പേ പറഞ്ഞത്. ഇത് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മാത്രമേ എടുത്തു വെച്ചിട്ട് കാണത്തുള്ളൂ ഷോപ്പിൽ. ഇതൊക്കെ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുത്താനും അത് വിൽക്കാനായിട്ടൊന്നല്ല, ഇതുപോലുള്ള രത്നങ്ങളോട് നമുക്കൊരു താല്പര്യം, ഒരു ക്രേസ്, അത് നമ്മളൊരു ആഗ്രഹം. അപ്പം നമ്മളെ തേടി രത്നങ്ങൾ വരും എന്ന് പറഞ്ഞ പോലെ നമ്മളിത് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മളെ തേടി ഇത് വരും. അപ്പം നമ്മൾ കോട്ടയത്തും നമ്മളെ UAE ഷോപ്പിലേക്കും കുറച്ച് സ്റ്റോണുകൾ സർട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടാകും. ആൾക്കാർക്ക് ആർക്കും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, അറിയാവുന്നവരുണ്ടാകും. പക്ഷെ അവർക്ക് ഇത് അവൈലബിൾ ആണോ, അവൈലബിലിറ്റി ഉണ്ടോ എന്നൊന്നും നിശ്ചയമില്ല. ചിലപ്പം ചില വ്യക്തികൾ ഈ രത്നം ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ ഇതിന്റെ പേര് അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ ചിലപ്പം അവർക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല. ഇത് ക്വാർട്സ് ചാൽസ്ഡോണി വിഭാഗത്തിൽപ്പെടുന്ന കല്ലായതുകൊണ്ട് ചിലപ്പോൾ ഇന്ത്യയിലും ചിലപ്പോൾ ഇത് മൈനിങ് ഉണ്ടായിരിക്കണം, ഇന്ത്യയിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കറിയില്ല, അതിനെക്കുറിച്ച് ഇന്ത്യയിലുള്ള കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ പുറകെ ഞാനിപ്പോൾ ഒരുപാട് അതിന് പുറകെ നടക്കുന്നുണ്ട്, അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമോ. അപ്പോൾ അത് നമുക്ക് കിട്ടും. അത് മെയിൻ സ്ട്രീമിൽ, അതായത് നവരത്നങ്ങളിലൊന്നും പെടാത്ത രത്നമായതുകൊണ്ട് അത്രയും അങ്ങോട്ട് അറിയപ്പെടുന്നില്ല. ഇത് തന്നെ ഇത് കട്ടിങ്, കബോഷൻ കട്ടിങ് മാത്രമേ ഉള്ളൂ. കാപ്പിക്കുരു പോലെ ഉരുട്ടി തേച്ച് മിനുക്കിയെടുക്കുന്നതേ പറ്റുള്ളൂ. അത് സോഫ്റ്റ് സ്റ്റോണിലാണ് അങ്ങനെ ആ ഒരു കട്ടിങ് നടക്കുന്നത്. പണ്ട് മുതലേ ഉള്ള കട്ടിങ്, അത് കല്ലിൻ്റെ കട്ടിങ്, അതേപോലെ ഷേപ്പ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അപൂർവമായിട്ടുള്ള രത്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. രത്നങ്ങളെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം.